നാടിനെ ഞെട്ടിച്ച് കൂട്ടക്കുരുതി. വെഞ്ഞാറമൂട്ടിലെ കൂട്ട കൊലപാതകങ്ങൾ പുറത്തു വന്നിട്ട് 12 മണിക്കൂറിനിപ്പുറത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ്. 5 പേരെ കൊലപ്പെടുത്തിയത് സ്വർണ്ണാഭരണവും പണവും നൽകാത്തതിനെ തുടർന്നാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊലപാതകത്തിന് മുൻപ് പ്രതി അഫാൻ അമ്മയോട് പണവും മുത്തശ്ശിയോട് സ്വർണ്ണമാലയും ആവശ്യപ്പെട്ടു. ഇന്നലെ പ്രതി പാങ്ങോട്ട് വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി സൽമ ബീവിയുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നില്ല. മാല തേടിയാണ് എസൻപുരത്തെ പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിൽ പോയത്. 70 ലക്ഷത്തിന് കടബാധ്യത ഉണ്ടെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രതി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് പറയുന്നു. കൊലപാതകം നടത്താൻ അഫാൻ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റുകടങ്ങിയ ബാഗ് അടക്കം ഈ ദൃശ്യങ്ങളിൽ കാണാം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടർന്ന പ്രതി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായും പോലീസ് പറയുന്നുണ്ട്. മരുന്ന് കുത്തിവെച്ച ക്യാനുല തന്നെ പ്രതി ഊരിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ വി വിനോദും ഡാൻ കുര്യനും അരുൺ മോഹനും എസ് അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക് ചെല്ലുന്നു. ഡാൻ ഉള്ളത് അഫാന്റെ വീടിന് പരിസരത്ത് നിന്ന് തന്നെയാണ്. ഡാന, കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ നിഗമനങ്ങളും ഒക്കെ വരുന്ന സാഹചര്യം, അതിൽ പ്രധാനമായിട്ടുള്ളത് 70 ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യത, അത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയായിരുന്നു എന്ന് പറഞ്ഞതല്ല, അത് പൂർണ്ണമായിട്ടും പോലീസ് വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം. ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് അഫാൻ എന്നതടക്കം വ്യക്തമാകുന്ന ഒരു മണിക്കൂറാണോ ഉള്ളത്? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റുകളൊക്കെ ഏത് തരത്തിലാണ് ഡാൻ? അപർണ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സാമ്പത്തിക ബാധ്യതയെന്ന് ഇഫാൻ നൽകിയിരിക്കുന്ന മൊഴിയിലെ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നു. പോലീസിനോട് അവരുടെ ഈ പ്രതിയുടെ പിതാവും ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബാധ്യത തന്റേതാണെന്നും അത് മകന് അതിൽ ഒരു അമിതഭാരം ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് പോലീസുമായി നടത്തിയ ആശയവിനിമയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നേരത്തെ പോലീസ് സംശയിക്കുന്നത് പോലെ ഈ സാമ്പത്തിക ബാധ്യത എന്ന കാരണത്തിനപ്പുറത്തേക്ക് ഈ 23-കാരനെ ഇത്ര കടുത്ത ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാരണം ഉണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. പക്ഷെ അത് എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമായി ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതായത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവുകളും ബാക്കി വെക്കാതെയാണ് ഈ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നത് ഇർഫാൻ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഇനി ഒരു വഴി മാത്രമാണ് അവശേഷിക്കുന്നത്. അത് ഈ ഉമ്മ, ആരോഗ്യനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ലാത്ത അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഈ അഫാന്റെ ഉമ്മയെ അവർ ആരോഗ്യനില വീണ്ടെടുത്ത് വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു നീക്കത്തിലൂടെ മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അയൽക്കാർക്ക് പോലും അങ്ങനെ ഒരു അസ്വാഭാവികതകളൊന്നും ആ വീട്ടിൽ ഉണ്ടായിരുന്നതായുള്ള ഒരു വിവരങ്ങളും അറിയില്ല. സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോംവഴികൾ അഫാന്റെ പിതാവ് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്വത്തുക്കൾ വിറ്റ് കടബാധ്യത തീർക്കാനുള്ള നടപടികളിലേക്ക് അദ്ദേഹം കടന്നിരുന്നതായാണ് വിവരം. പിന്നെ എന്തിന് പെട്ടെന്ന് ഏറ്റവും ഉറ്റ ബന്ധുക്കളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള, അപായപ്പെടുത്തിക്കൊണ്ടുള്ള ഇങ്ങനെയൊരു ക്രൂര കൊലപാതകത്തിലേക്ക് ഈ 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കടന്നു എന്ന ചോദ്യത്തിനാണ് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത്. അതോടൊപ്പം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇതിന് ശേഷം വന്നിരിക്കുന്ന അതീവ ലാഘവത്തോടെയുള്ള പെരുമാറ്റം, അതായത് ഒരു തരത്തിലുമുള്ള കൂസലില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്
കയറി വന്ന് ഞാൻ 6 പേരെ തീർത്തു, 3 പേരുടെ മരണം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളവരും മരിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വളരെ ലാഘവത്തോടെ ഒരു മാനസിക സ്ഥിരതയില്ലാത്ത ഒരാൾ വന്ന് പറയുന്നത് പോലെയാണ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ തന്റെ സുഹൃത്തിനോട് ഞാൻ അകത്ത് വരെ കയറി ഒരു ഒപ്പിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കയറിപ്പോകുന്ന ഈ 23-കാരൻ, ഇയാൾ എന്ത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായ കൃത്യം നടത്തിയതിനു ശേഷം ഇങ്ങനെ വളരെ ലാഘവത്തോടെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യത്തെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ഈ ഉമ്മയടക്കം ആശുപത്രിയിലേക്ക് എത്തിച്ച ദൃക്സാക്ഷികളും ആംബുലൻസ് ഡ്രൈവറും നമ്മളോട് രാവിലെ നടത്തിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് 3 പേരുടെയും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന പേരമലയിലെ അഫന്റെ വീട്ടിൽ 3 പേരെയും അതിക്രൂരമായി ആക്രമിച്ചിരിക്കുന്നത് മുഖത്തും തലയിലുമാണ്. അതിൽ തന്നെ കാമുകിയുടെ നെറ്റിയിലാണ് ക്രൂരമായി മുറിവേൽപ്പിച്ചിരിക്കുന്നത്. അനുജന്റെ ഒരു കണ്ണ് മാത്രമായിരുന്നു മുഖത്തുണ്ടായിരുന്നത്, മറ്റൊരു കണ്ണ് കുഴിഞ്ഞകത്തേക്ക് പോയിരുന്നു. അത്രയും നിഷ്ഠൂരമായിട്ടാണ് ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ചത്. അതുപോലെ തന്നെ ഉമ്മയുടെ തലയൊട്ടി പിളരുന്ന തരത്തിലായിരുന്നു ആക്രമണം. തലമുടി മുഴുവൻ തലയിൽ നിന്ന് പറഞ്ഞു പോയ നിലയിലായിരുന്നു എന്നൊക്കെയാണ് ആംബുലൻസ് ഡ്രൈവർ അല്പസമയം മുമ്പ് വളരെ വേദനയോടെ നമ്മളോട് ആ അനുഭവങ്ങൾ പങ്കുവച്ചത്. അതായത് മരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഈ 23-കാരൻ ഈ നിഷ്ഠൂരമായ ആക്രമണം അഴിച്ചുവിട്ടതെന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായ ബാധ്യത, അതായത് ഈ സൽമ ബീവിയുടെ ഭാഗത്ത് നിന്ന്, അതായത് 88 വയസ്സുള്ള പിതാവിന്റെ അമ്മയോട് 2 ആഴ്ചയ്ക്ക് മുമ്പ് 4 പവന്റെ സ്വർണ്ണമാല ഇയാൾ ചോദിച്ചിരുന്നു. പക്ഷെ അത് നൽകാൻ സൽമ ബീവി തയ്യാറായിരുന്നില്ല. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ആ വീട്ടിലെത്തി. അപ്പോൾ സൽമ ബീവിയുടെ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നില്ല, അത് മകൾക്ക് കൊടുത്തു എന്ന തരത്തിലാണ് സൽമ ബീവിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് അത് ലത്തീഫിന്റെ പക്കൽ എത്തിയിട്ടുണ്ടോ, അതായത് ഈ പിതാവിന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ അത് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇയാൾക്കുണ്ടാകുന്നത്. അങ്ങനെ സൽമ ബീവിയെ വകവരുത്തിയതിനു ശേഷം അവിടെ നിന്ന് നേരെ പിതാവിന്റെ ജ്യേഷ്ഠനായ ലത്തീഫിന്റെയും കുടുംബവും താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തുന്നു. അവരെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ശേഷം വൈകുന്നേരം 4 മണിയോടെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പേരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തി. അവിടെ വളരെ വിദഗ്ധമായി അനുജനെ, ഇവിടെ നിന്ന് സ്കൂൾ വിട്ടുവന്ന അനുജനെ കുഴിമന്തി വാങ്ങാനായി പുറത്തേക്ക് പറഞ്ഞു വിട്ട് അകത്ത് കടന്ന പ്രതി കാമുകിയെ വിളിച്ചു വരുത്തിയ കാമുകിയെ അതിക്രൂരമായി വീടിന്റെ മുകൾ നിലയിൽ വെച്ച് കൊലപ്പെടുത്തി. അതേ വീടിന്റെ താഴത്തെ നിലയിലെ ഒരു മുറിക്കുള്ളിൽ വായ് മൂടിക്കെട്ടിയായിരുന്നു ഉമ്മയെ രാവിലെ തന്നെ തലക്കടിച്ചത്. ആദ്യം ഉമ്മയെയാണ് ആക്രമിച്ചത്. ഉമ്മ മരണപ്പെട്ടുവെന്ന് വിചാരിച്ചാണ് ഇയാൾ പുറത്തേക്ക് പോയത്. അതിനുശേഷമായിരുന്നു മറ്റ് കൊലപാതകങ്ങളൊക്കെ നടത്തി വീണ്ടും വീട്ടിലേക്ക് തിരികെ എത്തിയത്. അതിനുശേഷം ഈ കുഴിമന്തിയുമായി തിരികെ എത്തിയ അനുജനെ വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റിയതിനു ശേഷം തലയ്ക്ക് അടിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന് ഇതിനോടകം ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ 2 സാധ്യതകളിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. അതിൽ ഒന്ന്, ഈ സാമ്പത്തികമായ ബാധ്യതകളുടെ പേരിൽ കുടുംബത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സാമ്പത്തികമായ ബാധ്യത എങ്ങനെയാണ് ഈ കുടുംബത്തിനുണ്ടായത്? ഏതാണ്ട് 1/2 കോടി രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്ക് ഈ കുടുംബം പോകാനിടയായ സാഹചര്യം എന്താണ്? അതിൽ ഇയാൾക്ക് എന്തെങ്കിലും രഹസ്യ സാമ്പത്തിക ഇടപാടുകൾ ഈ 23-കാരനായ പ്രതിക്കുണ്ടായിരുന്നു? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്രയധികം വലിയൊരു തുകയുടെ കടം അവർക്കുണ്ടാകാനുണ്ടായ സാഹചര്യം കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. അത് കുടുംബങ്ങൾക്ക് അറിയാതെയുള്ള എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത 23-കാരന്റെ പേരിൽ ഉണ്ടായിരുന്നോ? അതിലെന്തെങ്കിലും സമ്മർദ്ദങ്ങൾ നേരിട്ടിരുന്നോ? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൃതദേഹങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം